എല്ലാവർക്കും ARK-PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ബോഡ് മാസ്. കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും എക്സാമുകളിൽ എല്ലാവർക്കും തെറ്റുപറ്റുന്ന ഒരു ഏരിയ ആണ് ബോഡ് മാസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ബോഡ് മാസ്? ബോഡ് മാസ് മീൻസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ഓഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇൻറ്റു ആണ്. ഡിവിഷൻ അതായത് ഹരണം. എം മൾട്ടിപ്ലിക്കേഷൻ അതായത് ഗുണനം. എ അഡീഷൻ സങ്കലനം. എസ് സബ്ട്രാക്ഷൻ വ്യവകലനം. ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 7 × 7 ഡിവൈഡഡ് ബൈ 7 × 7. ഇവിടെ നോക്കിക്കണ്ടേ, രണ്ട് സൈഡില് ഇൻറ്റു വന്നിട്ടുണ്ട്, നടുക്ക് ഒരു ഡിവിഷന്റെ സൈനും വന്നിട്ടുണ്ട്. അപ്പൊ ഡിവിഷന്റെ സൈൻ വന്നാൽ നമ്മൾ ബോഡ് മാസ് റൂൾ യൂസ് ചെയ്യുക. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഫസ്റ്റ് വരുന്നത് ഡിവിഷൻ ആണ്. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും സോൾവ് ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻ ആദ്യം തന്നെ ചെയ്യാം. ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ അതുപോലെ തന്നെ എഴുതുക. 7 × ഇവിടെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യാം. 7 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്? എല്ലാവർക്കും അറിയാം, 7 ഡിവൈഡഡ് ബൈ 7 1 ആണ്. പിന്നെയുള്ള ഒരു ഇൻറ്റു 7 ഉണ്ട്, അതുകൂടി ഇവിടെ എഴുതുക. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 7 1s are 7, 7 × 7 49. അപ്പൊ ഉത്തരം എന്താണ്? 49 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5 × 5 ഡിവൈഡഡ് ബൈ 5 × 5. ഇവിടെ നോക്കിക്കണ്ടേ, രണ്ടിടത്ത് ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ആദ്യം തന്നെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. 5 × 5 എത്രയാണ്? 5 × 5 25 ആണ്. പിന്നെ ഇവിടെ ഡിവിഷന്റെ സൈൻ ഉണ്ട്, നമ്മൾ അത് ഇട്ട് കൊടുക്കുക. ഇവിടെയും 5 × 5 ആണ്, ആ ബ്രാക്കറ്റും സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 25 ആണ്. എന്താണ് 25 ഡിവൈഡഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ? ഉത്തരം 1 ആണ്. ആൻസർ 1. അടുത്ത ക്വസ്റ്റ്യൻ 7 + 7 + 7 ഡിവൈഡഡ് ബൈ 7 all divided by 5 + 5 + 5 divided by 5. ഇവിടെ നോക്കിക്കണ്ടേ, ഒരു ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്, ഡിവിഷൻ വന്നിട്ടുണ്ട്, പ്ലസ് സൈൻ വന്നിട്ടുണ്ട്. അപ്പൊ ബോഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ബ്രാക്കറ്റ് ഓഫ് ബ്രാക്കറ്റ് ആണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ആ മുകളിലത്തെ 3 7 അതുപോലെ തന്നെ എഴുതാം. 7 + 7 + 7 ഡിവൈഡഡ് ബൈ 7 ഹോൾ ഡിവൈഡഡ് ബൈ, ഈ ബ്രാക്കറ്റ് ആദ്യം തന്നെ സോൾവ് ചെയ്യുക. ബ്രാക്കറ്റിൽ 3 5s ഉണ്ട്, അത് ആഡ് ചെയ്യുക. അപ്പൊ 5 + 5 10, 10 + 5 15 ആണ്. അപ്പൊ ബ്രാക്കറ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, അതുകൂടി ചെയ്യാം. ഇവിടെ എഴുതാം. ഇനി ഇവിടെ ഡയറക്റ്റ് ആഡ് ചെയ്ത് വെക്കരുത്, ഉത്തരം തെറ്റിപ്പോവും. നമുക്കിവിടെ ഡിവിഷൻ ഉണ്ട്, രണ്ടിടത്തും ഡിവിഷൻ ഉണ്ട്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, ബ്രാക്കറ്റിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം. ഈ 2 7 അതുപോലെ തന്നെ എഴുതാം. 7 + 7, 7 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്? 1 ആണ്. സോ +1 ഡിവൈഡഡ് ബൈ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 15നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 ആണ് കിട്ടുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, അത് ഇവിടെ മുകളിൽ എല്ലാം പ്ലസ് സൈൻ ആയി. നമുക്ക് ഇത് ആഡ് ചെയ്യാം. 7 + 7 14, 14 + 1 15. പിന്നെ താഴെ 3 ഉണ്ട്, 15/3. 15/3 എത്രയാണ്? 5 ആണ്. സോ ആൻസർ എത്ര കിട്ടി? 5 കിട്ടി. 20 × 30 ഡിവൈഡഡ് ബൈ 7 - 2 + 60. ഇവിടെ നോക്കിക്കണ്ടേ, ബ്രാക്കറ്റിൽ കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 7 - 2 ആണ്. അപ്പൊ നമ്മുടെ ബോഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം തന്നെ ബ്രാക്കറ്റ് ആണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ബ്രാക്കറ്റ് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം, ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, 20 × 30 വ്യത്യാസമൊന്നുമില്ല, ഡിവിഷന്റെ സൈൻ ഉണ്ട്. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 7 ൽ നിന്ന് 2 പോയാൽ എത്ര കിട്ടുന്നത്? 5 ആണ്. അപ്പൊ നമ്മൾ ആദ്യം അത് എഴുതി, ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. പ്ലസ് ഒരു 60 ഉണ്ട്. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ഏതാ സോൾവ് ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ്. ഡിവിഷൻ എവിടെയാ കിടക്കുന്നതെന്ന് നോക്കുക, അത് സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് 20 × 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുന്നത്? 6 ആണ്. പിന്നെ ഒരു പ്ലസ് 60 ഉണ്ട്, അതുകൂടി എഴുതുക. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ഏതാ ചെയ്യണ്ടേ? ബോഡ് മാസ് അനുസരിച്ചിട്ട് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ഏതാ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഇൻറ്റു ചെയ്യുക. 20 × 6 എത്രയാണ് കിട്ടുന്നത്?
120 ആ കിട്ടുന്നേ. 120 പ്ലസ് 60. ഇനി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 120യും 60യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 180 ആണ്. 150 ആണ് കിട്ടുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 7 into 3 മൈനസ് ഒരു വലിയ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളില് ചെറിയൊരു റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. 7 plus 2 പിന്നെ ഒരു ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബ്രാക്കറ്റിന്റെ കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ബോണ്ട് മാസ് എന്ന് പറയാൻ നമുക്കറിയാം ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ബ്രാക്കറ്റിന്റെ കേസിൽ നമുക്ക് ഒന്നുകൂടി ഒരു വ്യക്തത വരാനുണ്ട്. ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ബ്രാക്കറ്റ് ഇവിടെ പറയാം. ഒന്നാമത്തത് റൗണ്ട് ബ്രാക്കറ്റ് വരും, പിന്നെ കേൾ ബ്രാക്കറ്റ്, ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് വരും, പിന്നെ വരുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഈ ഓർഡറിലാണ് സോൾവ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഇങ്ങനെ കുറെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്ക്വയർ എവിടെയാണോ, ഇല്ല റൗണ്ട് എവിടെയാണോ കിടക്കുന്നത്, ആദ്യം ഈ റൗണ്ട് ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. ശേഷമായിരിക്കണം സ്ക്വയർ ബ്രാക്കറ്റ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കേൾ ആയിട്ടുള്ള ബ്രാക്കറ്റ് ഒന്നും കാണുന്നില്ല. ഒരു റൗണ്ട് ബ്രാക്കറ്റും ഉണ്ട്, ഒരു സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് ഫസ്റ്റ് സോൾവ് ചെയ്യണം? റൗണ്ടിലേത് സോൾവ് ചെയ്യണം. ഫസ്റ്റ് വരേണ്ടത് റൗണ്ട് ആണ്, റൗണ്ടിലേത് സോൾവ് ചെയ്യണം. അപ്പൊ കേള് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ വരുന്നത് സ്ക്വയർ ആണ്, അത് സോൾവ് ചെയ്യാം. എന്നിട്ട് ആ റൂൾ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ 7 into 3 അതുപോലെ തന്നെ എഴുതി. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത് ഈ റൗണ്ട് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ 7 plus 2 എത്രയാണ്? 7 രണ്ടും കൂടി കൂട്ടിയ 9 ആണ് കിട്ടുന്നത്. പിന്നെ ഒരു ഇൻറ്റു 3 ഉണ്ട്. ആ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ ഡിവൈഡഡ് ബൈ 3 എഴുതി. റൗണ്ട് ബ്രാക്കറ്റിന് ശേഷം നമ്മൾ ഏതാ സോൾവ് ചെയ്യേണ്ടത്? സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യാം. 7 into 3 അതുപോലെ തന്നെ എഴുതി. മൈനസ് സൈൻ അതുപോലെ തന്നെ എഴുതി. 9 into 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 27 ആണ്. പിന്നെ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ 3 അതുപോലെ എഴുതി. ബ്രാക്കറ്റ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതാ സോൾവ് ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ. ഡിവിഷൻ സോൾവ് ചെയ്യുക. 7 into 3 അതുപോലെ തന്നെ എഴുതി. മൈനസ് 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 9 ആണ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 7 ഇൻറ്റു ചെയ്യണം. കാര്യം ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാ? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 7 into 3 ആണ്. അത് ഇൻറ്റു ചെയ്യുക. 7 3 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 21 കിട്ടും. പിന്നെ ആരുണ്ട് ഇവിടെ? മൈനസ് 9 ഉണ്ട്. 21ൽ നിന്ന് 9 പോലെ എത്ര കിട്ടുന്നത്? 12 ആണ് കിട്ടുന്നത്. ഉത്തരം 12. അടുത്ത ക്വസ്റ്റ്യൻ 9 ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. 6 മൈനസ് ഒരു കേൾ ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. 4 മൈനസ് റൗണ്ട് ബ്രാക്കറ്റ് 8 minus 3 plus 2. ബാക്കി രണ്ട് കേൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. -5 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ റൂള് പറഞ്ഞായിരുന്നു, ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ് ഏതാ? റൗണ്ട് ബ്രാക്കറ്റ് ആണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ റൗണ്ട് കിടക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ആദ്യം തന്നെ അത് സോൾവ് ചെയ്യാം. ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അപ്പൊ 9 സ്ക്വയർ ബ്രാക്കറ്റ് 6 മൈനസ് കേൾ ബ്രാക്കറ്റ് 4 മൈനസ് ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. 18 3 പോയാൽ എത്ര കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത് എഴുതാം. പിന്നെ ഒരു പ്ലസ് 2 ഉണ്ട്. -5 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി റൗണ്ടിന് ശേഷം നമ്മൾ സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ് ഏതാ? കേൾ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ അത് കിടക്കുന്നത് ഇവിടെയാണ്. ഇത് രണ്ടും നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ബാക്കി നമ്പേഴ്സ് ഒക്കെ അതുപോലെ തന്നെ എഴുതാം. 9 6 മൈനസ് നോക്കിയേ, ഇവിടെ 4ഉം 2ഉം കൂടി ഞാൻ ആദ്യം ആഡ് ചെയ്യാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. 4ഉം 2ഉം, കാര്യം അത് രണ്ടും പോസിറ്റീവ് സൈൻസ് ആണ്. 5 ഒരു നെഗറ്റീവ് സൈൻ ആണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ 4ഉം 2ഉം കൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 ആണ്. 4 രണ്ടും കൂടി ആഡ് ചെയ്താൽ 6 കിട്ടും. 6ൽ നിന്ന് 5 പോലെ എത്ര കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഞാൻ അവിടെ 1 എഴുതി. അപ്പൊ ഈ കേൾ ബ്രാക്കറ്റിന്റെ ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ ആരുണ്ട്? ഒരു -5 ഉണ്ട്. അതിവിടെ എഴുതി. എന്നിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് സോൾവ് ചെയ്യേണ്ടത്. റൗണ്ട് ബ്രാക്കറ്റ് സോൾവ് ചെയ്തു, കേൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. നോക്കാം. 6ൽ നിന്ന് 1 പോയാൽ എത്ര കിട്ടുന്നത്? 6 പോയാൽ 5 ആണ് കിട്ടുന്നത്. 5ൽ നിന്ന് പിന്നെ ഒരു -5. 5 - 5 എത്രയാണ്? 0 ആണ്. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഇവിടെ 9 ഉണ്ട്. ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇൻറ്റു ആണെന്ന്. അപ്പൊ 9 into 0. 9 into 0 എത്രയാണ്? 0. അപ്പൊ ഉത്തരം വരുന്നത് 0. ഇൻറ്റു മൈനസ് ഈക്വൽ ടു ഡിവിഷൻ. ഇൻറ്റു ഈക്വൽ ടു മൈനസ്.
ഡിവിഷൻ ഈക്വൽ ടു പ്ലസ് ആയാൽ 9 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 8 മൈനസ് 4 ഇൻറ്റു 9 എത്രയാണെന്ന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് PSC ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും നമ്മൾ പഠിച്ച അതേ രീതിയിൽ തന്നെ നോക്കിയാൽ മതി. തന്നിരിക്കുന്ന സിമ്പിൾസിന് പകരം എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് അതിവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ നമ്പർ 9 ആണ്. പ്ലസിന് പകരം ഇവിടെ ആരാ വേണ്ടേ? ഇൻറ്റു ആ വേണ്ടേ. അപ്പൊ പ്ലസിന് പകരം നമുക്ക് ഇൻറ്റു ഇട്ട് കൊടുക്കാം. നമ്പർ 8 ആണ്. ഡിവിഷന് പകരം ഇവിടെ ആരാ വേണ്ടേ? പ്ലസ് ആ വേണ്ടേ. നമുക്ക് ഡിവിഷന് പകരം പ്ലസ് ഇട്ട് കൊടുക്കാം. പിന്നെ മൈനസിന് പകരം ആരാ വേണ്ടേ? ഡിവിഷനാ വേണ്ടേ. അപ്പൊ ഇവിടെ 8 ഉണ്ട്. മൈനസിന് പകരം നമുക്ക് ഡിവിഷൻ ഇട്ട് കൊടുക്കാം. 4 ഉണ്ട്. ഇൻറ്റുവിന് പകരം നമ്മൾ എന്താ ഇടണ്ടേ? മൈനസ് ആ ഇടണ്ടേ. ഇങ്ങനെയാ ചെയ്യണ്ടേ. ഇതാണ് ശരിക്കും സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഇപ്പൊ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഏതാ? ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഡിവിഷൻ ആണ് ആദ്യം സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ 9 ഇൻറ്റു 8 അതുപോലെ തന്നെ എഴുതി. പ്ലസ് ഡിവിഷന്റെ ഇവിടെ കിടക്കുന്നത് 8 ഡിവൈഡഡ് ബൈ 4 ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 2. പിന്നെ ഒരു -9 ഉണ്ട്. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ഏതാ അപ്ലൈ ചെയ്യേണ്ടേ? ഇൻറ്റു ആണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നത് ഇവിടെയാ. അത് സിംപ്ലിഫൈ ചെയ്യാം. 9 ഇൻറ്റു 2 എത്രയാണ്? 72. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ എഴുതാം. 72 പ്ലസ് 2 മൈനസ് 9. ഇൻറ്റു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടേ? അഡീഷൻ ആണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇത് വരെയാ ചെയ്യണ്ടേ. 72 പ്ലസ് 2 എത്രയാണ്? 74. പിന്നെ ഒരു -9 ഉണ്ട്. 74 മൈനസ് 9 എത്രയാ? 65 ആണ്. ഉത്തരം എത്രയാണ് നമുക്ക് കിട്ടി? 65. ഓക്കെ, അപ്പൊ ഇന്നത്തെ ബോർഡ് മാത്സിന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.